പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പിൾസിനും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 4 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്രോപ്പർട്ടിയുടെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഫ്രെയിംസ് ആണ് ഇവിടുത്തെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പൂൾ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിങ്ങളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുത്തതുകൊണ്ട് ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുവഴി എടുത്ത് അതുവഴി പോകാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആദ്യം നമുക്ക് കാണാം. അതിനുശേഷം റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പാർക്കിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പൂളിലേക്കും അതുപോലെ കിഡ്സ് ഏരിയയിലേക്കൊക്കെ പോകാനുള്ള റൂട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാക്സിമം 16 മെമ്പേഴ്സിന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാം. അതായത് 4 റൂമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനുമാണ് നിലവിലിവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കിഡ്സിന് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടുപോകാം. കിഡ്സ് ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു അടിപൊളി സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടിയുടെ ഒരു കോർണർ ഏരിയയിലായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചുറ്റും ഇരുന്ന് ആസ്വദിക്കാനുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹട്ടാണ്. ഇവിടേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈവനിങ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് ചെയറൊക്കെ ഇട്ട് ഒത്തൊരുമിച്ചിരുന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മോർണിംഗ് ടൈമിൽ യോഗയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കുള്ള യോഗ മാറ്റൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ നല്ലൊരു പാടി വ്യൂ ആണ്. അതുകൊണ്ട് എപ്പോഴും നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയ കൂടെയാണ്. മറ്റൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി നമുക്ക് പൂളൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഈ ഒരു പൂളിൻ്റെ ഈ ഒരു സ്ട്രക്ചറാണ് മെയിൻ അട്രാക്ഷൻ. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉൾപ്പെടെ ഈ ഒരു പൂളിൽ കൊടുത്തിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരു 10-15 മെമ്പേഴ്സിന് വരെ ഇതിലിറങ്ങാനുള്ള ഒരു സ്പേസ്, അത്രയും വലുപ്പമുള്ളൊരു പൂളാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഏരിയയും തൊട്ടടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ പൂളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൈഡിലുള്ള ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയ ശേഷം ഇതിലേക്ക് ഇറങ്ങാം. ഇതൊരു ഇൻഫിനിറ്റി ടൈപ്പ് പൂൾ കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പാടി വ്യൂ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ഒരു പൂൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും എല്ലാ റിസോർട്ടുകളിലും മാക്സിമം 10 മണി വരെയാണ് മ്യൂസിക് അതേപോലെ ക്യാമ്പ് ഫയർ അതിൽ പെടുന്നില്ല, പൂളിൻ്റെ ഒക്കെ ടൈം വരുന്നത്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് റിസപ്ഷൻ. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ചുറ്റും നോക്കുവാണെങ്കിൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസോ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ഡിന്നറോ മറ്റ് ഫുഡ് ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അറ്റ് എ ടൈം 12 പേർക്ക് വരെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ തൊട്ട് മുന്നിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് റംബുട്ടാനും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് സറൗണ്ടിങ്സും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ റൂംസ് കാണാനാണ്. താഴെ 2 റൂമുകൾ അതേപോലെ തന്നെ മുകളിലും 2 റൂമുകളാണ്. സെയിം സ്ട്രക്ചറും ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൗൺ സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്ന റൂംസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 റൂമുകൾക്കും നടുവിലായിട്ട് ചെറിയൊരു ആക്ടിവിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. ചെസ്സ്, ക്യാരംസ് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇതിന് പുറമെ നിങ്ങൾക്ക് ഷട്ടിൽ ബാറ്റും കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ 2 കപ്പിളോ അങ്ങനെ 2 ഫാമിലീസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് മുകളിലോ താഴെയോ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതും പ്രൈവസിയോട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകും. ഇപ്പോൾ റൂമിൽ ഒരു ക്യൂൻ സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. 2 പേർക്കുള്ള സ്പേസ് ആണ് ബെഡിൽ വരുന്നത്. നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് മറ്റൊരു അഡീഷണൽ ബെഡും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ റൂമിൽ നോക്കുവാണെങ്കിൽ AC, നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ്, മിറർ, അതേപോലെ തന്നെ ടീ സപ്ലൈസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമിന് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. എല്ലാവിധ ഫെസിലിറ്റീസും ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഹീറ്ററും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും റൂമും ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗെയിം സെൻറ്ററിലേക്ക് പോകാനുള്ള ഡോറാണ്. ഇപ്പോൾ കൂടുതലായിട്ടുള്ള റിസോർട്ടുകളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലീസിലൊക്കെ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല നല്ല പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.